ബഹ്റൈനിൽ വിസിറ്റ് വിസയിൽ നിന്ന് സ്പോൺസറെ കൂടാതെ ജോലിയിലേക്കോ ആശ്രിത വിസയിലേക്കോ മാറുന്നത് നിർത്തിവെക്കാൻ തീരുമാനം. വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് വർക്ക് പെർമിറ്റ് നേടുന്നതിനായുള്ള ഫീസ് നിരക്ക് നിലവിൽ 60 ദിനാറിൽ നിന്ന് 250 ദിനാറായി വർദ്ധിപ്പിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സിന്റെയും പുതിയ തീരുമാനപ്രകാരം രാജ്യത്തേക്ക് സന്ദർശക വിസയിലെത്തുന്നവർക്ക് സ്പോൺസറില്ലാതെ തൊഴിൽ വിസയിലേക്കോ ആശ്രിത വിസയിലേക്കോ വിസിറ്റിംഗ് വിസകൾ മാറ്റി നൽകുന്നത് നിർത്തലാക്കും. ഈ നിബന്ധന പ്രകാരം വിസിറ്റ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്ക് മാറുവാനുള്ള ഫീസ് നിരക്ക് നിലവിലെ 60 ദിനാറിൽ നിന്ന് 250 ദിനാറായി വർദ്ധിപ്പിച്ചു. നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി ചേർന്ന് പുതിയ പരിഷ്കാരം ഫലപ്രദമായി നടപ്പിലാക്കും. ബഹ്റൈനിലേക്ക് വിസിറ്റ് വിസകളിൽ എത്തുന്നവർ പിന്നീട് വർക്ക് പെർമിറ്റ് നേടുന്നത് നിയമപ്രകാരം നിരോധിക്കണമെന്ന് ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന ആവശ്യം 5 എംപിമാരുടെ നേതൃത്വത്തിലാണ് ഉന്നയിച്ചത്. 6 മാസ കാലയളവിനുള്ളിൽ 8000-ലധികം വിസിറ്റ് വിസകൾ വർക്ക് പെർമിറ്റായി മാറിയത് അംഗീകരിക്കാനാവില്ലെന്ന് എംപിമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2019 മുതൽ 2023 ജൂൺ വരെ 85,246 പ്രവാസികൾക്ക് സന്ദർശക വിസ തൊഴിൽ പെർമിറ്റുകളായി മാറ്റാൻ അനുമതി ലഭിച്ചതായും എംപിമാർ വിശദീകരിച്ചു. രാജ്യത്തെ തൊഴിൽ മേഖലയിൽ പ്രവാസികളുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുതിയ തീരുമാനം. സിറാജ് പള്ളിക്കര, മീഡിയ 1.